Hello everyone, welcome to Juport Plus 2 Commerce and Humanities channel. It's me, your Nafi. അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു ഹിസ്റ്ററി എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ ഹിസ്റ്ററി എക്സാമിന് മുന്നേ നമ്മൾ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഹിസ്റ്ററിയിൽ ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സ് നമ്മൾ ക്ലബ് ചെയ്തിട്ട് ആ ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 1 and 2 ആട്ടോ. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് പഠിക്കേണ്ട, നിർബന്ധമായിട്ട് എക്സാമിന് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ നിങ്ങൾ 2-3 കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ പ്ലസ് ടു ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റർ ഏതൊക്കെയാണ്, ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്, ഗിവ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സ്ക്രിപ്റ്റ്. ഹാരപ്പൻ ലിപിയെ കുറിച്ചിട്ട് എന്തെങ്കിലും 2 സവിശേഷതകൾ നൽകാനാണ്. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിനും 3 മാർക്കിനൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, എന്തൊക്കെയാണ് ഹാരപ്പൻ സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകത? ഹാരപ്പൻ സ്ക്രിപ്റ്റ് വാസ് മെയിൻലി ഫൗണ്ട് ഓൺ സീൽസിലെ ഹാരപ്പൻ മുദ്രകളിൽ നിന്നാണ് നമുക്ക് എന്തിനെ കുറിച്ച് മനസ്സിലാകുന്നത്, ഹാരപ്പൻ ലിപിയെ കുറിച്ചിട്ട് മനസ്സിലാകുന്നത്. അതുമാത്രമല്ല, ഇറ്റ് ഈസ് കോൾഡ് ആൻഡ് എനിഗ്മാറ്റിക് സ്ക്രിപ്റ്റ്, ഇറ്റ് ഹാസ് നോട്ട് ഡെസിഫേർഡ് സോ ഫാർ. ഇതിനൊരു നിഗൂഢ ലിപി എന്ന് വിളിക്കുന്നുണ്ട്. കാരണം ഇന്നും വായിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കുന്നു, നിഗൂഢ ലിപി എന്ന് വിളിക്കുന്നു. അടുത്ത പോയിന്റ് എന്താ, ദ ഹാരപ്പൻ സ്ക്രിപ്റ്റ് വാസ് റിട്ടൺ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അല്ലെ, വലത്ത് നിന്ന് ഇടത്തോട്ടേക്കാണ് എന്ത് ചെയ്തിരുന്നത്, ഹാരപ്പൻ ലിപി എഴുതിയിരുന്നത്. അതുമാത്രമല്ല, ദ സ്ക്രിപ്റ്റ് വാസ് നോട്ട് ആൽഫബറ്റിക്കൽ ആസ് ഇറ്റ് ഹാസ് ടു മെനി സൈൻസ്. അല്ല, അതുകൊണ്ട് എന്താ, ഇതൊരു അക്ഷരങ്ങളല്ല, ഇതിൽ ചിഹ്നങ്ങളായിരുന്നു ഹാരപ്പൻ സ്ക്രിപ്റ്റിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. മിക്ക ചിഹ്നങ്ങളും എന്താ, മിക്ക ഇൻസ്ക്രിപ്ഷൻസ്, അതായത് ഈ 1, 2, 3, 4 ചിഹ്നങ്ങൾ കൂടി ചെന്നിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ചിലതിൽ 2 ചിഹ്നം, ചിലതിൽ 3 ചിഹ്നം, ചിലതിൽ 4 ചിഹ്നം, അങ്ങനെയാണ്. ഏറ്റവും വലിയ സ്ക്രിപ്റ്റിൽ 26 ആൽഫബറ്റ്സിൽ അല്ലെങ്കിൽ 26 സയൻസിൽ 26 ചിഹ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സവിശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ് വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ nafi.eduport എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേക്കൊന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുക. ബാക്കി ഞാൻ അതിലൂടെ സെറ്റാക്കി നിങ്ങൾക്ക് സ്റ്റഡി ടിപ്പോ മോട്ടിവേഷനൊക്കെ ഒന്ന് വേണമെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചിട്ടോ. അടുത്ത ക്വസ്റ്റൻ ആണെന്ത്, റൈറ്റ് എനി 3 റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയുടെ ഏതെങ്കിലും 3 കാരണങ്ങൾ ഏതാണ്? ഹാരപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈന്, തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ ഏതൊക്കെ? എന്തൊക്കെയാണ് കാരണം? ഒന്നെന്താ, ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥയിലുള്ള മാറ്റം. ആ സമയത്ത് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ കാലാവസ്ഥയിൽ മാറ്റം വന്നു. മഴ കുറഞ്ഞു, മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി, സോയിൽ ഫെർട്ടിലിറ്റി, മണ്ണിൻ്റെ ഫലപുഷ്ടി കുറഞ്ഞു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഹാരപ്പൻ സിവിലൈസേഷൻ തകരാൻ കാരണമായി. പിന്നെ ഡീഫോറസ്റ്റേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻപ്പെട്ട ആളുകൾ ബ്രിക്സ് അഥവാ ഇഷ്ടിക ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്തു, മരങ്ങൾ ധാരാളമായിട്ട് വെട്ടിമാറ്റിയതും എന്താണ് ഒരു പ്രശ്നമായി. പിന്നെ എക്സസീവ് ഫ്ലഡ്സിലെ റിവർ ഇൻഡസ്, സിന്ധു നദിയിൽ ഉണ്ടായിട്ടുള്ള അമിതമായ പ്രളയങ്ങൾ, അതും എന്താണ് മറ്റൊരു കാരണമാണ്. പിന്നെ ആര്യൻ ഇൻവേഷൻ, എന്താണ് ആര്യൻ ആക്രമണം, അതെ മോർട്ടിമർ വീലറിനെ പോലെയുള്ള ഹിസ്റ്റോറിയൻസ് ഒക്കെ പറഞ്ഞത് എന്താ, ആര്യൻ ഇൻവേഷൻ അല്ലെങ്കിൽ ആര്യൻ ആക്രമണവും ഒരു കാരണമായിട്ട് മാറി. പിന്നെ നദികൾ വറ്റി വരേണ്ടത്, ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, പകർച്ചവ്യാധികൾ, ഇതൊക്കെ എന്തിനെ ബാധിച്ചു, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എൻഡ്, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയെ ബാധിച്ചു. പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് അഗ്രികൾച്ചർ ടെക്നോളജീസ് യൂസ്ഡ് ബൈ ഹാരപ്പൻ. ഹാരപ്പൻകാർ ഉപയോഗിച്ചിരുന്ന വിവിധ കാർഷിക സാങ്കേതിക വിദ്യകൾ വിശദീകരിക്കാൻ 4 മാർക്കിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, എന്തൊക്കെയാണ് ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന അഗ്രികൾച്ചർ ടെക്നോളജി, കാർഷിക സാങ്കേതിക വിദ്യകൾ? അവരുടെ മെയിൻ ജോബ്, പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു, അഗ്രികൾച്ചർ അഥവാ കൃഷിയായിരുന്നു. അപ്പോൾ അവരുടെ പിന്നെ ഈ റൂയിൻസ്, അവരുടെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ കുഴിച്ചെടുത്തപ്പോൾ അവിടുന്ന് കൃഷി ചെയ്ത സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഓക്സൻ, കാളകളെ, കലപ്പ ഉപയോഗിച്ച് അവർ കാളകളെ കൊണ്ട് കലപ്പ ഉപയോഗിച്ച് അവർ കൃഷി ചെയ്യുന്ന തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ മോഡലുകൾ നമുക്ക് എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്, ചോലിസ്ഥാൻ ആൻഡ് ബനാവലി. അപ്പോൾ ഈ സ്ഥലങ്ങളുടെ പേര് ഓർത്ത് വെക്കണം, ഇതിന്ന് 1 വേർഡ് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ടെറാക്കോട്ട മോഡൽ ഓഫ് പ്ലോ, അതായത് കലപ്പയുടെ കളിമണ്ണിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ച 2 സ്ഥലങ്ങളാണ് ഇത്, ചോലിസ്ഥാനും ബനാവലിയും. അതുമാത്രമല്ല, പ്ലഫഡ് ഫീൽഡ് വാസ് ഫൗണ്ട് അറ്റ് കാലിബംഗൻ ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ കാലിബംഗനിൽ ഉഴുതുമറിച്ച നിലത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. കനാൽസിന്റെ ട്രേസസ്, അല്ലെ, ആ ഹാരപ്പൻ സിവിലൈസേഷനിലെ കൃഷിയിടങ്ങൾക്ക് വെള്ളം എത്തിച്ചിരുന്ന കനാലുകളുടെ അവശിഷ്ടങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ ഷോർത്തുഗായിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവർ റിസർവോയേഴ്സ്, വലിയ വലിയ ജലസംഭരണികൾ നിർമ്മിച്ചിരുന്നു. അതായത് ധോലാവിറയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള റിസർവോയേഴ്സ്, ജലസംഭരണികൾക്കുള്ള അവശിഷ്ടങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിന് ചോദിക്കും. പിന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് ഒരു എസ്സേ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളത്. ആ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് ക്വസ്റ്റ്യൻ,
ഇത് മോഹൻജദാരോയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഈ മോഹൻജദാരോയുടെ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ 8 മാർക്കിന് എസ്സേ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ മോഹൻജദാരോയെ കുറിച്ച് എസ്സേ ചോദിക്കുകയാണെങ്കിൽ അതിൽ ഡ്രെയിനേജ് സിസ്റ്റം, അതിൽ അഴുക്കുചാൽ സമ്പ്രദായം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ വസ്തുവിദ്യ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, സിട്രൽ കോട്ടയെക്കുറിച്ചും ഗ്രേറ്റ് ബാത്തിനെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഈ മോഹൻജദാരോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? മൗണ്ട് ഓഫ് ദി ഡെഡ് എന്നാണ്, മരിച്ചവരുടെ കുന്ന് എന്നാണ്. അപ്പോൾ ഒരു പ്ലാൻഡ് അർബൻ സെന്റർ, ഒരു വ്യക്തമായിട്ട് പ്ലാനിങ് ഉള്ള ഒരു നഗരമായിരുന്നു ഇത് മോഹൻജദാരോ. അതായത് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സിറ്ററൽ അഥവാ കോട്ടയാണ്, രണ്ടാമത്തെ എന്താ ലോവർ ടൗൺ ആണ്. അപ്പോൾ ഈ സിറ്ററലിൻ്റെ പ്രത്യേകത എന്താ? സിറ്ററലാണ് അവിടുത്തെ മെയിൻ ബിൽഡിംഗ്, പ്രധാനപ്പെട്ട ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സിറ്റഡൽ അഥവാ കോട്ടയാണ്. അതായത് വെസ്റ്റേൺ സൈഡ് പടിഞ്ഞാറ് ഭാഗത്ത് മഡ് ബ്രിക്ക് ഇഷ്ടികകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഭാഗമായിരുന്നു ഇത് സിറ്ററൽ അഥവാ കോട്ട. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഈ ഹാരപ്പൻ സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട ബിൽഡിംഗ് ആയിട്ടുള്ള ഗ്രാനറി, കലവറ, ഗ്രേറ്റ് ബാത്ത്, വലിയ കുളിപ്പുര, ഇതൊക്കെ കണ്ടിരുന്ന സ്ഥലം ഏതായിരുന്നു? സിറ്ററൽ അഥവാ കോട്ടയായിരുന്നു. അതിന് താഴെ ഈസ്റ്റേൺ സൈഡിൽ കിഴക്ക് ഭാഗത്തുള്ളതാണ് എന്ത്? ലോവർ ടൗൺ അഥവാ കീഴ്പട്ടണം, സെറ്റിൽമെന്റ് ഏരിയ. ആളുകൾ താമസിച്ചിരുന്ന അവരുടെ വാസസ്ഥലങ്ങളായിരുന്നു ഇത് ഈ ഒരു ലോവർ ടൗൺ അഥവാ കീഴ്പട്ടണം എന്ന് പറഞ്ഞിട്ട്. ഇത് ഗ്രിഡ്, അതായത് ഒരു റോഡ് ഇരുവശങ്ങളുമായിട്ടാണ് ഇവിടെ എന്തുണ്ടായിരുന്നത്? വീടുകൾ ഉണ്ടായിരുന്നത്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പിന്നെ അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്ന, ഒരു അഴുക്കുചാൽ സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഇത് ഹാരപ്പൻ സിവിലൈസേഷൻ. ഓരോ വീടിനെയും എന്ത് ചെയ്യാണ്? വീട്ടിൽ നിന്ന് വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് പോകാനും ആ വേസ്റ്റ് വാട്ടറിനെ റോഡിൻ്റെ സൈഡിലുള്ള ഡ്രെയിനേജ് അഴുക്കുചാലിലേക്ക് എത്തിക്കാനുമുള്ള ഒരു സംവിധാനം എവിടെ ഉണ്ടായിരുന്നു? ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ഈ ഡ്രെയിനേജിൻ്റെ മുകൾ ഭാഗമൊക്കെ എന്താണ്? സ്റ്റോൺസ് അഥവാ കരിങ്കല്ലിനെ കൊണ്ട് മൂടിയിരുന്നു. പിന്നെ ഡ്രെയിനേജ് വാസ് കൺസ്ട്രക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രിക്സിലെ ഇഷ്ടികകൾ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരുന്നത്? ഈ ഡ്രെയിനേജുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ വൃത്തിയാക്കാനായിട്ട് ഒരാളെയും എന്ത് ചെയ്തിരുന്നു? അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പിന്നെ മറ്റൊന്നാണ് എന്താ? അവിടുത്തെ പ്രധാനപ്പെട്ട ബിൽഡിംഗ് ആണ് എന്ത്? വെയർ ഹൗസ് അഥവാ ഗ്രാനറി, ധാന്യപ്പുര. വെയർ ഹൗസ് അഥവാ ഗ്രാനറി ആണ്, അഥവാ ധാന്യപ്പുരയാണ്. അവിടുത്തെ വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു. ദ ലാർജസ്റ്റ് ബിൽഡിംഗ് ഇൻ മോഹൻജദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടമായിരുന്നു എന്ത്? ഗ്രാനറി അഥവാ ധാന്യപ്പുര എന്ന് പറയുന്നത്. ഇറ്റ് വാസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രിക്സ്, ഇഷ്ടികകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ സൈഡിലെ ഭാഗങ്ങളൊക്കെ ഇഷ്ടികകൾ കൊണ്ടാക്കി, മുകൾ ഭാഗം മരം കൊണ്ടും വൈക്കോല് കൊണ്ടും ഒക്കെ മറച്ചിരുന്നു. പിന്നെ ഇതിലെന്താണ്? സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ്, അധികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് ഗ്രാനറി. പിന്നെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പ്, ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു കുളമായിരുന്നു എന്ത്? ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടേക്ക് എന്താണ്? 2 ഭാഗത്ത്, വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും അവിടേക്ക് ഇറങ്ങാനുള്ള വഴികൾ ഉണ്ടായിരുന്നു. ചുറ്റും എന്തും ഉണ്ടായിരുന്നു? മുറികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ കുളിക്കാനായിട്ട് മറ്റു പല പർപ്പസസിനുമായിട്ടും എന്ത് ഉപയോഗിച്ചിരുന്നു? ഗ്രേറ്റ് ബാത്ത് അഥവാ മഹത്തായ കുളിപ്പുര ഉപയോഗിച്ചിരുന്നു. പിന്നെ അവിടെ വീടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ റോഡുകൾക്ക് ഇരുവശവുമായിട്ടാണ് അവിടെ എന്തുണ്ടായിരുന്നത്? വീടുകൾ ഉണ്ടായിരുന്നത്. ദ ഹൗസസ് വെർ ബിൽറ്റ് അലോങ് വിത്ത് ദ സൈഡ്സ് ഓഫ് ദി റോഡ്സ്. ഓൾ ഹൗസസ് ഹാഡ് ഓപ്പൺ കോർട്ട്യാർഡ് വിത്ത് റൂംസ് ഇൻ ഓൾ സൈഡ്സ്. അല്ലെ, ഒരു നടുമുറ്റവും ആ നടുമുറ്റത്തിന് ചുറ്റുമായിട്ട് റൂമുകളുമുള്ള ഒരു സിസ്റ്റം ആയിരുന്നു എന്തുണ്ടായിരുന്നത്? അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അവർ പ്രൈവസി, സ്വകാര്യതയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ആളുകളായിരുന്നു ആര്? ഹാരപ്പൻ സിവിലൈസേഷൻ. ഈ കോർട്ട്യാർഡ് നടുമുറ്റത്ത് വെച്ചിട്ടാണ് അവർ കുക്കിങ്ങും വീവിങ്ങും, അവിടെ പിന്നെ എന്താണ് പറയുക, പാചകവും അതേപോലെ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഈ ഒരു നടുമുറ്റത്ത് വെച്ചായിട്ടായിരുന്നു. പിന്നെ എല്ലാ വീടുകളെയും എന്ത് ചെയ്യാണ്? ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റം അഴുക്കുചാൽ സമ്പ്രദായമായിട്ട് കണക്ട് ചെയ്തിരുന്നു. എല്ലാ വീടുകൾക്കും വെല്ലുകൾ അഥവാ കിണറുകളും ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്തേണ്ടത്? അവരുടെ മോഹൻജദാരോയെ കുറിച്ച് ചോദിച്ചാൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദ ഹാരപ്പൻസ് ടു പ്രൊക്യൂർ റോ മെറ്റീരിയൽസ് ഫോർ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. അല്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് കരകൗശല ഉൽപ്പാദനത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, അവരുടെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം, ഒരുപാട് പ്രൊഡക്ട്സ്, ഒരുപാട് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഹാരപ്പൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? കാർണീനിയൻ എന്ന് പറയുന്ന ഒരു റെഡ് കളർ ഉപയോഗിച്ചിരുന്നു, ഒരു കല്ല് ഉപയോഗിച്ചിരുന്നു. ജാസ്പർ, ക്രിസ്റ്റൽ, കോർട്സ്, സ്റ്റെറ്റൈറ്റ്, ചെമ്പ്, വെങ്കലം, സ്വർണ്ണം, ഗോൾഡ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്? ക്രാഫ്റ്റ് അഥവാ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിരുന്ന ആളുകളായിരുന്നു ആര്? ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരത്തിലെ ആളുകൾ എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഹാരപ്പൻ സിവിലൈസേഷനിൽപ്പെട്ട ആളുകൾ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ എന്ത് ചെയ്യുക? അവർ വ്യത്യസ്ത തരത്തിലുള്ള, അതായത്
ബാരൽ ഷേപ്പിലും സിലിണ്ടർ ഷേപ്പിലും അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള വസ്തുക്കൾ ആര് നിർമ്മിച്ചിരുന്നു? ഹാരപ്പൻ സിവിലൈസേഷനിൽപ്പെട്ട ആളുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇവരെന്ത് ചെയ്യാണ്, ഈ നിർമ്മിച്ച സാധനങ്ങളുടെ മുകളിലൊക്കെ പെയിന്റുകൾ കൊണ്ട് എന്ത് ചെയ്തിരുന്നു? അലങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഹാരപ്പൻ സിവിലൈസേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ക്രാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ചാൻ ഹുദാരോ, ലോത്തൽ പോലുള്ള സ്ഥലങ്ങളാട്ടോ. പിന്നെ നാഗേശ്വറിലും പാലക്കോടിലും കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഷെൽ ഐറ്റംസ്, ഷെല്ലുകൾ കൊണ്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്തിരുന്നു? നിർമ്മിച്ചിരുന്നു. ഈ നാഗേശ്വറിലും ബാലക്കോട്ടിലും ഷെൽ ഐറ്റംസ് അഥവാ ഷെല്ലുകൾ കൊണ്ടുള്ള സാധനങ്ങൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് വെക്കണം. പിന്നെ ഈ ചാപ്റ്ററിന് 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 1 വേർഡിൻ്റെ ക്യാൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. ഇതേപോലെ 1 വേർഡ് ചോദിക്കും. ഇതിൻ്റെ ക്യാൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ്. ഇതേപോലെ 1 വേർഡുകൾ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലൊരു 1 വേർഡ് കണ്ടോ? ഇതൊന്ന് കമൻറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. ഇത് അടുത്ത 1 വേർഡാണ്. ഇതും എന്ത് ചെയ്യുന്നത്? ഇതിന് ആൻസറും കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്ത് ഇതൊക്കെ ഈ ചാപ്റ്റർ ചോദിച്ച 1 വേർഡുകളാട്ടോ. ഇത് അടുത്ത 1 വേർഡാണ്. ഇതിന് ആൻസർ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇത് അടുത്ത 1 വേർഡ്. കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തത് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് കണ്ടോ, വൈ മഗധ ബിക്കം മോസ്റ്റ് പവർഫുൾ മഹാജനപദാസ്. അതായത് മഹാജനപദത്തിൽ മഗധ എന്തുകൊണ്ട് ഏറ്റവും ശക്തമായ മഹാജനപദമായി? ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ മഹാജനപദത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് മഹാജനം എന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് മഹാജനപദത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇൻ ദ 6th century the 16 states known as മഹാജനപദാസ് emerged in India. ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ്, അതായത് 6ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്യാണ്? അന്നത്തെ 6ാം നൂറ്റാണ്ടിൽ ആൻഷ്യൻ ഇന്ത്യയിൽ, പുരാതന ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്? 16ഓളം ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ് അല്ലെ, 16ഓളം സ്വതന്ത്ര രാഷ്ട്രങ്ങൾ എന്ത് വന്നു? ഉയർന്നു വന്നു. അവയെ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക? മഹാജനപദാസ്. ഏതൊക്കെയാടാ? മഗധ, കോശാല, കൽ, പാഞ്ചാലം, ഗാന്ധാര, അവന്തി. ഇതൊക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഹാജനപദാസാണ്. അപ്പോൾ ഈ എല്ലാ മഹാജനപദങ്ങളും എന്തുണ്ടായിരുന്നു? രാജവാഴ്ച. മിക്ക എണ്ണത്തിൽ, അത് മെജോറിറ്റിയിൽ എന്തായിരുന്നു? കിങ് അല്ലെങ്കിൽ രാജാവായിരുന്നു ഭരിച്ചിരുന്നത്. ചില ഭാഗങ്ങൾ എന്ത് ചെയ്യാണ്? ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്ന സംഘഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മഹാജനപദമായിരുന്നു ഇത് മഗധ. അപ്പോൾ ഈ മഹാജനപദത്തിൻ്റെ ഫീച്ചേഴ്സ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഈച്ച് മഹാജനപദ ഹാഡ് എ ക്യാപിറ്റൽ സിറ്റി. ഓരോ മഹാജനപദത്തിനും എന്തുണ്ടായിരുന്നു? ഒരു തലസ്ഥാനം ഉണ്ടായിരുന്നു. എല്ലാ മഹാജനപദത്തിനും ഒരു ആർമിയും ഒരു ഉദ്യോഗസ്ഥ വൃന്ദവും ഉണ്ടായിരുന്നു. ഈ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കുക, ഈ എന്തുകൊണ്ടാണ് മഗധ ഏറ്റവും പവർഫുൾ മഹാജനപദമായിട്ട് മാറിയത്? ഒന്നാമത്തെ എന്താ? മഗധ എമേർജ്ഡ് ആസ് എ മോസ്റ്റ് പവർഫുൾ മഹാജനപദ. അതിനുള്ള റീസൺ എന്താ? ദേ ഹാവ് എ സ്ട്രോങ് ആർമി. അവർക്ക് എന്തുണ്ടായിരുന്നു? ശക്തമായുള്ള സൈന്യം ഉണ്ടായിരുന്നു അല്ലേ. രണ്ടാമത്തെ കാരണം എന്താ? മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻ വേർ അഗ്രികൾച്ചർ വാസ് വെരി പ്രൊഡക്റ്റീവ്. വളരെയധികം കൃഷി ചെയ്യാൻ പറ്റിയ, വളരെ അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു ഇത് മഗധ എന്ന് പറയട്ടെ. വളരെ അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു ഇത് മഗധ എന്ന് പറഞ്ഞാട്ടെ. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഹൈലി ഫോർട്ടൈൽ, വളരെ അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു ഇത് മഗധ. അത് മാത്രമല്ല, മഗധയ്ക്ക് ചുറ്റുമായിട്ട് ധാരാളമായിട്ട് എന്ത് കിട്ടിയിരുന്നു? അയണോർ, ഇരുമ്പയിര് ധാരാളമായിട്ട് കിട്ടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് മഗധ എന്ന് പറയുന്നത്. പിന്നെ മഗധൻ ആർമിയിൽ എന്തുണ്ടായിരുന്നു? എലഫൻസ്. അതുകൊണ്ട് തന്നെ എതിരാളികളെ ശക്തമായിട്ട് തോൽപ്പിക്കാൻ പറ്റിയിരുന്നു. പിന്നെ മഗധ റൂൾ ചെയ്ത റൂളേഴ്സ് ആയിട്ടുള്ള ബിംബിസാരനും അജാതശത്രുവൊക്കെ എന്തായിരുന്നു? നല്ല പവർഫുൾ റൂളേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് മഗധ പവർഫുൾ ആയിട്ടുള്ള പിന്നെ ഒരു മഹാജനപദമായിട്ട് മാറിയത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നത് 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് BCE 600 മുതൽ CE 600 വരെയുള്ള കാലഘട്ടം, BCE 600 മുതൽ CE 600 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രത്യേകത? ഈ സമയത്താണ് എന്ത് വന്നത്? മഹാജനപദങ്ങൾ എമേർജ് ചെയ്ത് വന്നിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ BCE 600 മുതൽ CE 600 വരെയുള്ള കാലഘട്ടത്തിൽ പ്രത്യേകത ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്തേണ്ടത് എന്താ? ഈ സമയത്താണ് മഹാജനപദാസ് എമേർജ് ചെയ്ത് വന്നത്. പിന്നെ ഈ സമയത്താണ് എന്ത് വന്നത്? റൈസ് ഓഫ് സിറ്റീസ് ആൻഡ് ടൗൺസ്. അല്ലേ, ശ്രദ്ധിക്കണം. ഈ സമയത്താണ് പട്ടണങ്ങളും നഗരങ്ങളും ഒക്കെ ധാരാളമായിട്ട് എന്ത് ചെയ്ത് വന്നത്? ഈ സമയത്താണ് എമേർജ്. അതായത് യുപിയിലെ മധുര പോലെയുള്ള വലിയ വലിയ നഗരങ്ങളൊക്കെ എമേർജ് ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് തന്നെയാണ് അയേൺ, ഇരുമ്പ് വളരെയധികം ഉപയോഗിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതി ചോദിക്കാം. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യനിൽ BCE 600 to CE 600 എന്ന് കണ്ടാൽ, BCE 600 മുതൽ CE 600 വരെ എന്നുള്ള ഒരു സാധനം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കണ്ടാൽ അവിടെയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റിയൊരു ആൻസർ ആട്ടത്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സമയത്ത് അയേൺ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി, ഉപകരണങ്ങൾ ഉണ്ടാക്കി, കൃഷി വളരെ അടിപൊളിയായിട്ട് നടന്നു. അതുമാത്രമല്ല, കോയിൻസ്, നാണയങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിച്ചു. ഈ സമയത്തിനാണ് ബുദ്ധിസം ആൻഡ് ചൈനീസം, ബുദ്ധമതവും ജൈനമതവും വളരെ അടിപൊളിയായിട്ട് ഉയർന്നു വന്നത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? വിച്ച് ആർ ദി സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ കുഷാന റൂളേഴ്സ് ടു ക്ലെയിം സോഷ്യൽ സ്റ്റാറ്റസ്? അല്ലെ, സാമൂഹിക പദവി അവകാശപ്പെടാൻ കുഷാന ഭരണാധികാരികൾ ഉപയോഗിച്ച തന്ത്രങ്ങൾ എന്തൊക്കെ തന്ത്രങ്ങളാണ് അവർ ഉപയോഗിച്ചത്?
അവരെന്തൊക്കെ ഉപയോഗിച്ചത്, എന്താണ് അവരെന്ത് ചെയ്തു, സ്വയം ദേവന്മാരും ദേവതകളുമായിട്ട്, അവർ ദൈവത്തെ പോലെയാണ് അല്ലെങ്കിൽ ദേവന്മാരും ദേവതകളുമാണെന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നു. അതുമാത്രമല്ല അവരെന്ത് ചെയ്യാണ്, വലിയ വലിയ കൊളോസൽ സ്റ്റാറ്റ്യൂസ് അല്ലെ, അവർ വലിയ വലിയ സ്റ്റാറ്റ്യൂസ്, അതായത് വലിയ വലിയ പ്രതിമകൾ അവരെന്ത് ചെയ്തു, ഉണ്ടാക്കി. അത് മാത്രമല്ല അവരെന്ത് ചെയ്യാണ്, ദേവപുത്ര എന്നുള്ളൊരു ടൈറ്റിൽ, അവരെന്ത് ചെയ്യാണ്, എല്ലാവരും അവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ദേവപുത്ര എന്നുള്ളൊരു ടൈറ്റിൽ ആരും അഡോപ്റ്റ് ചെയ്തു, അവർ അഡോപ്റ്റ് ചെയ്തു. അവരെന്താ പ്രശസ്തികൾ അല്ലെ, ദൈവത്തിൻ്റെ പുത്രൻ അർത്ഥം വരുന്ന ദേവപുത്രൻ ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഇവർ പ്രശസ്തികൾ, ഇവരെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള പ്രശസ്തികളും രചിച്ചു. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, നെയിം എനി ടു ലിറ്റററി വർക്ക്സ് യൂസ്ഡ് ബൈ ഹിസ്റ്റോറിയൻസ് ടു റീകൺസ്ട്രക്ട് ദ ഹിസ്റ്ററി ഓഫ് മൗര്യൻ എംപയർ. മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പുനർനിർമ്മിക്കാനായിട്ട് അന്നത്തെ കാലത്തെ ചരിത്രകാരന്മാർ ഉപയോഗിച്ചിരുന്ന സാഹിത്യകൃതികളുടെ പേര് നൽകുക. എന്തൊക്കെയാടാ, ഒന്ന് മെഗസ്തനീസിൻ്റെ ഇന്ത്യക്കാണ് കേട്ടോ, രണ്ടാമത്തെ എന്താ കൗട്ടില്യൻ്റെ അർത്ഥശാസ്ത്രമാണ്, മൂന്നാമത്തെ എന്താടാ വിശാഖദത്തൻ എഴുതിയിട്ടുള്ള മുദ്രരാക്ഷസ എന്ന് പറയുന്ന നാടകം, വിശാഖദത്തൻ എഴുതിയിട്ടുള്ള മുദ്രരാക്ഷസ എന്ന് പറയുന്ന നാടകവും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബുദ്ധിസ്റ്റ് ജൈനിസ് ബുക്സ് അല്ലേ, ബുദ്ധ ജൈന മതഗ്രന്ഥത്തിലെ ബുക്കുകൾ, അത് മാത്രമല്ല സ്കൾപ്ചേഴ്സ്, കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, ഈ സാധനങ്ങളൊക്കെ എന്താണ് അന്നത്തെ കാലത്തെ കുറിച്ചിട്ട് നമ്മളെ അറിയാൻ സഹായിക്കുന്നതാണ്. പിന്നെ ഈ ചാപ്റ്ററിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളത് മൗര്യ ഡൈനാസി, മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മൗര്യ ഡൈനാസി അഥവാ മൗര്യ സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് അവരുടെ സോഴ്സസ്, ഒന്ന് അവരുടെ ഉറവിടങ്ങൾ ഇതാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ അവരുടെ 5 മേജർ പൊളിറ്റിക്കൽ സെൻറ്റേഴ്സ്, 5 പ്രധാന രാഷ്ട്രീയ കേന്ദ്രങ്ങൾ, അവരുടെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ, അവരുടെ സൈനിക ഭരണം, അവരുടെ ദമ്മ, അശോകൻ്റെ ദമ്മം, ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ എസ്സേ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ മൗര്യൻ ഡൈനാസിയെ കുറിച്ച് ചെയ്തുമ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കട്ടോ. മഗധ ക്യാപിറ്റൽ ആക്കിക്കൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ എസ്റ്റാബ്ലിഷ് ചെയ്താണ് എന്ത് മൗര്യ ഡൈനാസി. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺ ചെറുമകനായുള്ള അശോകൻ്റെ കാലഘട്ടത്തിലാണ് ഈ മൗര്യ ഡൈനാസി ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് മാറിയത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ അടുത്ത് ചെയ്തേണ്ട അവരുടെ സോഴ്സസ് ആണല്ലേ, അവരുടെ ഉറവിടങ്ങൾ, നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചല്ലോ, ആ സോഴ്സസ് അവിടെ ആഡ് ചെയ്യുക. അടുത്ത് നിങ്ങൾ എഴുതേണ്ട എന്താണ്, ഇവിടുത്തെ 5 പൊളിറ്റിക്കൽ സെൻറ്റേഴ്സ്. ഏതൊക്കെയാണ് 5 പൊളിറ്റിക്കൽ സെൻറ്റേഴ്സ്? അവരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള പാടലിപുത്ര, തോശാലി, തക്ഷശില, ഉജ്ജയിനി, സുവർണഗിരി, ഇത് 5ഉമാണ് എന്ത് അവിടെ മേജർ 5 പൊളിറ്റിക്കൽ സെൻറ്റേഴ്സ്. പിന്നെ അവരുടെ ഫീച്ചേഴ്സ് നിങ്ങൾ എഴുതാം, അതായത് രാജാവായിരുന്നു എല്ലാത്തിനെയും തലവൻ, പട്ടാളമായാലും ഉദ്യോഗസ്ഥരായാലും അതേപോലെ തന്നെ നിയമവ്യവസ്ഥയും എല്ലാത്തിനെയും തലവൻ ആരായിരുന്നു, രാജാവായിരുന്നു. രാജാവിനെ ഹെൽപ്പ് ചെയ്യാൻ മന്ത്രി പരിഷത്ത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മന്ത്രിമാരുണ്ടായിരുന്നു. അതുമാത്രമല്ല ഇവർക്ക് വിശാലമായിട്ടുള്ളൊരു ബ്യൂറോക്രസി, ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടായിരുന്നു. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അവർക്കൊരു എസ്പിയോനേജിൽ അവർക്കൊരു ചാര സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല പിന്നെ ഇവരെന്താണ്, പിന്നെ രാജകുമാർ, അതായത് രാജ്യത്തെ ഇവരെന്ത് ചെയ്യാൻ പ്രോവിൻസസ് അഥവാ പ്രവിശ്യകളായിട്ട് തിരിച്ചിരുന്നു. ഓരോ പ്രവിശ്യകൾക്കും കുമാരാസ് എന്ന് വിളിക്കുന്ന ഹെഡും ഉണ്ടായിരുന്നു. പിന്നെ പ്രവിശ്യകളെ ജില്ലകളാക്കി തരംതിരിച്ച് ഓരോ ജില്ലക്കും സ്ഥാനിക എന്ന് പറയുന്ന ഒരു ഹെഡ് കൂടി ഉണ്ടായിരുന്നു. ഈ പോയിന്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ അവിടെ ക്യാപിറ്റലായുള്ള പാടലിപുത്രയുടെ കാര്യം നോക്കാൻ 6 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, 6 സബ് കമ്മിറ്റി, ഓരോ കമ്മിറ്റിയിൽ 5 അംഗങ്ങൾ വീതം. അങ്ങനെയുള്ള 6 സബ് കമ്മിറ്റി എവിടെ ഉണ്ടായിരുന്നു, അവിടെ ക്യാപിറ്റലായുള്ള പാടലിപുത്രയുടെ കാര്യം നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കമ്മിറ്റിയുടെ ഡ്യൂട്ടീസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം. പിന്നെ അതേപോലെ അശോകനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽ ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ, ഈ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിന് ഇത് മാത്രം പഠിച്ചാൽ പോരാ. ഇത് രണ്ടും എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ, ഇതെല്ലാതെയും ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ ചോദിക്കും. അതൊക്കെ നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്യും. ഞാൻ ആദ്യമേ വീണ്ടും പറയാണ്, ഇത് മാത്രം പഠിച്ചാൽ പറയാം, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലെ വേറെയും ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ, നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം നന്നായി പഠിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല റിസൾട്ട് കിട്ടും. സൂപ്പറായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സൂപ്പർ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരിപാടി നന്നായിട്ട് പഠിക്കുക. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ nafi.edu മെസ്സേജ് അയക്കുക, എങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ nafi.edu മറന്നു പോകണ്ട, നന്നായി പഠിക്കുക. ഈ 1 വേർഡുകളുടെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ബാക്കി ചാപ്റ്റേഴ്സ് നമ്മുടെ ചാനൽ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാതിരിക്കും, ബൈ.